നല്ല നാടൻ കപ്പ കടലക്കറി. ഇതിന് തേങ്ങയൊന്നും അരയ്ക്കണ്ട കേട്ടോ. മിക്കവാറും നാടൻ ഹോട്ടലുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ നമുക്കിത് കിട്ടാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണിത്. അതുമാത്രമല്ല കഞ്ഞി, ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ചേരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം കപ്പയാണ്. അതൊന്ന് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെയൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഉടച്ചു കൊടുക്കുകയൊന്നും വേണ്ട, കുറേയൊക്കെ ബൈറ്റ്സ് ആയിട്ട് കിടക്കുകയും വേണം. കറിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു രസമാണ്. അധികം വലിയ പീസസ് ഒന്നുമല്ല, ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പീസസ് ആണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന കടലയാണ്, ബ്രൗൺ കടല. അത് ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തതിന് ശേഷം 1 കപ്പ്. ഇത് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. കടല കൂടുതൽ വെന്ത് പോകരുത്, നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രം ഉടയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ചതച്ചു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണേ, 2 ടീസ്പൂൺ ആണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാകാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് മൊരിയാൻ തുടങ്ങുന്ന പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ. ഉള്ളിയുടെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഈ ഒരളവ് കപ്പയ്ക്കും കടലയ്ക്കും ഇത്ര മാത്രം ഉള്ളി മതി. ഇപ്പം ഏകദേശം ഉള്ളി മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഇവ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം, ലോയിൽ തന്നെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. തക്കാളി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഉടയൊന്നും വേണ്ട കേട്ടോ തക്കാളി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കടല കുക്ക് ചെയ്ത് വെച്ച വെള്ളമാണ്. അത് ഞാൻ കളഞ്ഞിട്ടില്ല, വളരെ പോഷക ഗുണമുള്ളതാണ്, കളയരുത് കേട്ടോ. അതിൽ 1 കപ്പ് 1.5 കപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. അതിലൊരു 1/4 കപ്പ് ഇപ്പം പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടി മാത്രം. ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കാം. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓയിലെല്ലാം വിട്ട് നിൽക്കുന്നുണ്ട്. തക്കാളി വെന്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഫോം അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കപ്പയും ചേർത്ത് കൊടുക്കാം. കപ്പ ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള പ്രോസസ്സും ഒക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം, പിന്നെ ഐകാർഡിലും ഇട്ടേക്കാം കേട്ടോ. കപ്പയും കടലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിൽ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ച വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് തിളയ്ക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം. ഇപ്പം കറി നന്നായിട്ട് തിളച്ചു.
ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ താളിപ്പുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കിയ പ്രോസസ്സിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലേക്കുള്ള താളിപ്പ്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്തോ കൊപ്രാക്കൊത്തോ ഒരു 3 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി അരിഞ്ഞെടുത്തത് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം. രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ കേട്ടോ. ഇത് ഇപ്പം ഏകദേശം തേങ്ങ ഉള്ളിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ഒരു 3 എണ്ണം മതി, കറിവേപ്പില ഒരു 2 തണ്ട് എടുക്കാം. അതും കൂടെ പാകമാകുമ്പോൾ നേരെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഈ ഒരു കറി പല രീതിയിൽ നമുക്ക് വെക്കാം. ഇത് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളും ഈ കറി വെക്കാറുണ്ടാവും. പക്ഷേ ഇതുപോലെ താളിപ്പ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണേ. അപ്പം നമ്മുടെ കപ്പ കടലക്കറി, തേങ്ങ അരയ്ക്കാത്ത കപ്പ കടലക്കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിടണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.